ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ പുതുപുത്തൻ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ അനാമികയ്ക്കും വേണുവിനും ഒക്കെ അറിയാം എന്തായാലും ഉപേന്ദ്രൻ എത്തുമായിരിക്കും, ഈ വിവാഹം മുടക്കാൻ ഉപേന്ദ്രൻ എത്തുമായിരിക്കുമെന്ന് അവർക്കറിയാം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഭയമുണ്ട്. എന്തായാലും ഉപേന്ദ്രൻ അനാമികയെ തട്ടിക്കൊണ്ടു പോവുക വരെ ചെയ്തു. അപ്പോൾ പണത്തിനായിട്ട് വിവാഹവേദിയിലെത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വേണുവിന് ഭയമുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴും അനാമിക പറയുന്നത് അനാമികയുടെ അഹങ്കാരത്തിൻ്റെ ഇതുകൊണ്ട് അനാമിക പറയുന്നത് അയാളങ്ങ് വന്നെങ്കിൽ വരട്ടെ, വന്നു കഴിയുമ്പോൾ അറിയാം ഞാനിപ്പോൾ ഏത് കുടുംബത്തിലേക്കാണ് വിവാഹം കഴിച്ച് പോകാൻ പോകുന്നതെന്ന്. അനന്തപുരി തറവാട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അതുകൊണ്ട് അനന്തപുരി തറവാട്ടിലുള്ളവരുമായിട്ടൊന്ന് മുട്ടി നിൽക്കാൻ ഉപേന്ദ്രനെ കൊണ്ടാവില്ല. അതുകൊണ്ട് അയാൾ പത്തി മടക്കി പോകത്തേ ഉള്ളൂ. ഇനി അനന്തപുരി തറവാട്ടുകാരുമായിട്ട് മുട്ടുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഉപേന്ദ്രന്. അയാളെ വെറുതെ വിടുകയല്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നൊക്കെ ഇങ്ങനെ അഹങ്കരിക്കുകയാണ് കേട്ടോ അനാമിക. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ളൊരു പേടി വേണുവിൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ വിവാഹവേദിയിലേക്ക് കയറുകയാണ് കേട്ടോ അനാമികയും അനിയും. അനി വിവാഹം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ അനിയുടെ മനസ്സിൽ മുഴുവൻ നന്ദുവാണ്. നന്ദു ഈ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ച് മാറിയൊക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം അനാമിക വിവാഹവേദിയിൽ കയറിയിരിക്കുന്ന സമയത്ത് തന്നെ ഉപേന്ദ്രനും ഗുണ്ടകളും അവിടെ എത്തുകയാണ്. അപ്പോൾ ഉപേന്ദ്രൻ്റെ ഗുണ്ടകളോട് ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അവൻ്റെ മകളുടെ വിവാഹത്തിന് പോകണം, അവിടെ ചെന്നൊരു കളി അങ്ങ് കളിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് മകളെ കെട്ടിച്ചു വിടാൻ പോകുന്നത്. ഒരുപാട് സ്വർണവും കാശുമുടക്കൊക്കെ മുടക്കിയാണ് ഈ വിവാഹം നടക്കുന്നത്. അതിനൊക്കെ അവനുണ്ട്, മകൾക്ക് 101 പവനും ഒക്കെ കൊടുത്തു വിടാൻ അവനുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണമോ അതിൻ്റെ പലിശയോ ഒന്നും തരാൻ അവനില്ല. ഇങ്ങനെ നമ്മളെയൊക്കെ പറ്റിച്ചിട്ടാണ് അവൻ ഉണ്ടാക്കുന്നത്. പല സ്ഥലത്തും ഇതുപോലെ പലരെയും പറ്റിച്ച് അവിടെ നിന്നൊക്കെ താമസം മാറിയാണ് ഈ വേണു ജീവിക്കുന്നത്. ഒരുപാട് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. കടം വാങ്ങിയും പണം പലിശയ്ക്ക് വാങ്ങിയും ഒക്കെ പറ്റിച്ച ഫ്രോഡുകളാണ് അനാമികയുടെ കുടുംബക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണുവിൻ്റെ മകളുടെ വിവാഹം നമുക്കൊന്ന് അലമ്പണം, നമുക്കൊന്ന് അവിടെ ചെല്ലണം, കല്യാണ മണ്ഡപത്തിലേക്ക് നമുക്ക് ചെല്ലണം എന്ന് പറഞ്ഞ് കുറേ ഗുണ്ടകളെ കൂട്ടിയിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഉപേന്ദ്രൻ വരുന്നത് കാണുമ്പോൾ തന്നെ അനാമികയും വേണുവും എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്ത് ചെയ്യുമെന്നറിയില്ല. അനാമികയ്ക്ക് പിന്നെ ജീവനില്ല. ആ കാഴ്ച കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഒന്നാമത്തത് അനിയുടെ മനസ്സിൽ നിറച്ച് നന്ദുവാണ് എന്നുള്ള കാര്യം അനാമികയ്ക്ക് അറിയാം. പിന്നെ രണ്ടാമത് ഈ വിവാഹം എങ്ങാനും മുടങ്ങിപ്പോയ എല്ലാ പ്ലാനും തീർന്നു. എങ്ങനെയെങ്കിലും അവിടെ കയറി കൂടണം എന്നുള്ളതാണ്. ഇനിയിപ്പം താൻ ഫ്രോഡാണെന്നുള്ളത് അനന്തപുരിയിലുള്ളവരെങ്ങാനും അവിടെ വെച്ച് അറിഞ്ഞാൽ അനി പിന്നെ നന്ദുവിനെയെ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അനാമികയ്ക്ക് മനസ്സിലാവുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചു പോയാൽ എല്ലാം കൈവിട്ട് പോകുമെന്ന് അനാമിക വിചാരിക്കുക. അപ്പോൾ ആകെപ്പെട്ട അവസ്ഥയിലാണ് കേട്ടോ വേണു. അപ്പോൾ ഈ ഉപേന്ദ്രൻ ആ സമയത്ത് കയറി വരുമ്പോൾ വേണുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ വേണുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അയാൾ ഓടിച്ചെന്ന് ഉപേന്ദ്രനെ വിളിച്ച് മാറ്റി നിർത്തുകയാണ്. നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഉപേന്ദ്രൻ്റെ എൻ്റെ മോളുടെ വിവാഹമാണ്, ഇതൊന്ന് നടന്നോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ നിന്നോട് വാങ്ങിയ പണം മുഴുവൻ തിരികെ തന്നോളാം എന്ന് പറയാം. അപ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ ഈ കാശൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലേ നീ ഞങ്ങളെയൊക്കെ പറ്റിക്കുന്നത്, പലരെയും നീ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പം നിൻ്റെ മകളുടെ വിവാഹം നടത്തുന്നതിന് നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, ഒരു കോടീശ്വരൻ്റെ വീട്ടിലേക്കല്ലേ നീ കെട്ടിച്ചു വിടുന്നത്. ഈ വിവാഹം കഴിഞ്ഞാൽ പിന്നെ നീ ഞങ്ങളെ ഒട്ടും തിരിഞ്ഞു നോക്കില്ലെന്നറിയാം. കാരണം നീ ഒരു വലിയ അനന്തപുരി തറവാട്ടുകാരുടെ കൂടെയല്ലേ കൂടുന്നത്, പിന്നെ നമ്മളെ ഒന്നും തിരിഞ്ഞു നോക്കുകയില്ല, പണം തരികയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഈ വിവാഹം നടക്കുന്നതിന് മുമ്പ് നീ ഞങ്ങൾക്ക് പണം തരണം, ഇല്ലെങ്കിൽ ഇത് ഇവിടെ വച്ച് ഞാൻ മുടക്കും, നിങ്ങൾ ഫ്രോഡാണെന്നുള്ള കാര്യം ഇവിടെ ഞാൻ വിളിച്ചു പറയുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേണു അവിടെ നിന്ന് പരുങ്ങുകയാണ്. എൻ്റെ ഉപേന്ദ്ര ഒന്ന് എങ്ങനെയെങ്കിലും വിവാഹം നടന്നോട്ടെ, അവളുടെ സ്വർണ്ണമൊക്കെ ഞാൻ തിരിച്ച് വാങ്ങിച്ച് അതെല്ലാം വിറ്റിട്ട് നിനക്ക് പണം തരാം, ഇല്ലെങ്കിലും അവളൊരു കോടീശ്വരൻ്റെ ഭാര്യയായിട്ടല്ലേ വരുന്നത്, തറവാട്ടുകാരോട് പറഞ്ഞാൽ അവർ പണം തരും, അപ്പോൾ അങ്ങനെയെങ്കിലും നിനക്ക് പണമെല്ലാം ഞാൻ വാങ്ങി തന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ നയന കേൾക്കുന്നുണ്ട് കേട്ടോ. നയന ഇവരുടെ അടുത്ത് തന്നെ നിൽക്കുവാണ്. അപ്പം നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇങ്ങനെ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു, എന്തോ ഉണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പം നയന ഈ പ്രശ്നമൊക്കെ കണ്ടിട്ട് മാറുന്ന സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ആദർശിനോടും പറയുന്നുണ്ട്, ആദർശേട്ട എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അനാമികയുടെ അച്ഛനും അയാളും കൂടെ തമ്മിൽ എന്താണെന്നൊന്ന് ചോദിക്കുന്ന പറയാം. അപ്പോൾ ആദർശ് അവിടെ ചെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ഉപേന്ദ്രൻ പറയാണ്, ഇയാൾ എന്നോട് കുറേ പണം കടം വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ഇതൊന്നും തരാതെ ഞങ്ങളെ പറ്റിച്ച് മുങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്, ഞങ്ങളാണ് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയത്, ഇവരിപ്പോൾ വിവാഹമൊക്കെ നടത്താൻ പണമുണ്ട്, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ ഉപേന്ദ്രൻ പറയുമ്പോഴേക്കും ആദർശ് പറയാണ്,
പറയുകയാണ്, നിങ്ങൾ ബഹളം വെക്കേണ്ട, ഈ വിവാഹം ഇനി മുടങ്ങാൻ പറ്റില്ല ഇവിടെ. കാരണം മുത്തശ്ശൻ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്രയും വരെ എത്തിയിട്ട് വിവാഹം മുടങ്ങിപ്പോയാൽ മുത്തശ്ശൻ അതൊരു നാണക്കേടും വിഷമവും ഒക്കെ ആവും. അതുകൊണ്ട് ഈ വിവാഹം നടക്കണം, നിങ്ങളുടെ പണം എങ്ങനെയായാലും ഞാനാണേലും തരാമെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഉപേന്ദ്രനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നയന ഇങ്ങനെ മാറുന്ന ആദർശനോട് പറയുന്നുണ്ട്, എന്തൊക്കെയോ പന്തികേട് എനിക്ക് ആദ്യം മുതലേ തോന്നിയിരുന്നു ഈ വിവാഹത്തിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നയനയുടെ വീട്ടുകാർ അത്ര പന്തിയാണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെയോ ചില തരികിടകൾ അവരുടെ കയ്യിലുണ്ട്, എന്തൊക്കെയോ ഫ്രോഡ് തരങ്ങളുണ്ട്. അനാമിക അത്ര നീറ്റാണെന്ന് തോന്നുന്നില്ല. നമ്മുടെ അനി ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്ന് ചാടി എന്നുള്ളത് സത്യമാണ്. അനിയെ ചീറ്റ് ചെയ്യുകയായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിലെന്തൊക്കെയോ കള്ളത്തരമുണ്ട്. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ ഈ വിവാഹം ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് നയനയും ആദർശും കൂടെ അങ്ങ് തീരുമാനിക്കുകയാണ് കേട്ടോ. കഷ്ടിച്ച് അനാമിക അവിടെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്